ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിന്റെ ഒരു ചെറിയ ട്രിക്കാണ്. നമ്മൾ വാട്സപ്പിൽ പലപ്പോഴും കോൺടാക്റ്റുകൾ സേവ് ചെയ്യാറുണ്ട്. നമുക്ക് വാട്സപ്പിലോട്ട് വരുന്ന ആ ഒരു കോൺടാക്ട് നമ്മൾ വാട്സപ്പിൽ തന്നെയാണ് സേവ് ചെയ്യാറ് പതിവ്. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് വാട്സപ്പിലായിക്കോട്ടെ നമ്മൾ ആ ഒരു നമ്പർ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആ നെയിം പോലും നമുക്ക് വാട്സപ്പിൽ കാണത്തില്ല. നമ്മൾ കോൺടാക്റ്റിൽ പോയി നോക്കിയാൽ ആ ഒരു കോൺടാക്ട് ലിസ്റ്റിൽ പോലും അങ്ങനെ ഒരു പേര് കാണാത്ത ഒരു അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ നമുക്കത് വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ ഒക്കെ പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് അതിനായിട്ട് നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൽ നമ്മൾ കോൺടാക്ട് ആഡ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്പർ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമാണുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം നമുക്ക് പേര് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിന്റെ ലാസ്റ്റ് നെയിം നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ നമ്പർ ആഡ് ചെയ്യാം. ഏത് കൺട്രി ആണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്പർ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ചുമ്മാ ഇവിടെ ഒരു നമ്പർ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അതിന്റെ നേരെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്കാൻ കോൺടാക്ട് ടു ഫോൺ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് വന്നിട്ട് ഒരു എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സേവ് ചെയ്യുന്ന കോൺടാക്റ്റുകൾ നമ്മുടെ ഫോൺ കോൺടാക്റ്റിലും അതുപോലെ തന്നെ നിങ്ങൾ ഗൂഗിൾ കോൺടാക്റ്റിലും ഗൂഗിളിന്റെ കോൺടാക്റ്റിനകത്തും സേവ് ആവും, ഫോണിലും സേവ് ആവും, വാട്സപ്പിലും ഈ ഒരു അക്കൗണ്ട് സേവ് ആവും. അപ്പൊ ജസ്റ്റ് നമ്മൾ സേവ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് അന്നേരം ഇവിടെ കാണാൻ നിങ്ങളുടെ മെയിൽ ഐ ഡി വന്നിട്ടുണ്ടാവും. ഈ മെയിൽ ഐ ഡി അല്ലെങ്കിൽ നിങ്ങളതൊന്ന് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സേവ് ചെയ്യുന്ന നമ്പറുകൾ കോൺടാക്ട് ലിസ്റ്റിലും അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പിന്റെ ലിസ്റ്റിലും അതുപോലെ തന്നെ നിങ്ങൾ ഫോൺ എന്തെങ്കിലും കാലത്തൊക്കെ റീസെറ്റ് ആയി പോകുക എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ നമ്പർ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിലും സേവ് ആകുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ